നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ കരുനീക്കങ്ങളുമായി നെതന്യാഹു കളത്തിൽ. ഗാസ ഒഴിപ്പിച്ച് അമേരിക്കൻ കോട്ട പണിതുയർത്താൻ ട്രംപും. അമേരിക്കൻ പ്രസിഡന്റ് പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ട് ഞെട്ടി അറബ് രാജ്യങ്ങൾ. പശ്ചിമേഷ്യ ഇറാന്റെയും മറ്ററബ് രാജ്യങ്ങളുടെയും കൈവിട്ടു പോകുന്നു. പലസ്തീനികൾ എവിടേക്കും പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് അറബ് രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഗാസയിൽ ഞാൻ തീരുമാനിച്ചത് തന്നെ നടപ്പാക്കുമെന്ന് ട്രംപിന്റെ വെല്ലുവിളി. അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്വപ്നത്തിലെ ഭാവി ഗാസയുടെ ചിത്രങ്ങളും ഇസ്രയേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതോടെ അറബ് നേതാക്കൾക്ക് പൊള്ളി നിൽക്കുന്നു. ഇതിന്റെ കൂടെയാണ് വെള്ളിടി വെട്ടും പോലെ നെതന്യാഹുവിന്റെ തന്ത്രങ്ങളും. വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ നീക്കം ശക്തമാക്കി. ഭാവി ഗാസയുടെ ചിത്രങ്ങൾ ട്രംപ് പുറത്തുവിട്ട ഞെട്ടലിലാണ് ഇറാനും. ട്രംപ് കണക്ക് കൂട്ടുന്നത് പോലെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇറാന് ഗാസയിൽ ഇനി കാലുകുത്താൻ പോലും കഴിയില്ല. അമ്പരചുംബികളായ ആഡംബര സൗധങ്ങളും ഹോളിഡേ റിസോർട്ടുകളും നിറയെ യാട്ടുകളും എല്ലാം ഇവിടെ ഉണ്ടാകും. കൂടാതെ ദൈവവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ മോസ്കും പള്ളിയും സിനഗോഗും. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഭാവിയിലെ ഗാസയുടെ മഹത്വം വിളിച്ചോതുന്ന ദൃശ്യങ്ങൾ അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് ഗാസയെ മധ്യപൂർവ്വ ദേശത്തെ റിവേറയാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിച്ച വേളയിൽ വൈറ്റ് ഹൌസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസറായ ജോസഫ് പെൽസ്മാന്റെ നേതൃത്വത്തിലാണ് ഭാവി ഗാസ എങ്ങനെയായിരിക്കണമെന്ന് തയ്യാറാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാക്കൾക്ക് കഴിഞ്ഞ വർഷമാണ് ഇത് അയച്ചു കൊടുത്തിരുന്നത്. പുതിയ നഗര നിർമ്മാണത്തിനായി $500 ബില്യൺ ചെലവ് വരുമെന്നാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയവർ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാസ 2035 എന്നാണ് ഈ പ്രോജക്റ്റിന് പേരിട്ടിരിക്കുന്നത്. കൂറ്റൻ കെട്ടിടങ്ങൾക്കൊപ്പം തന്നെ 132 കിലോമീറ്റർ റെയിൽവേ ലൈനും പ്രോജക്റ്റിൽ പറയുന്നുണ്ട്. ഗാസയെ പ്രതിസന്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഈ പദ്ധതി ഏറെ സഹായകമാകും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെ ഓയിൽ റിഫൈനറികളും സൗരോർജ പാടങ്ങളും എല്ലാം നിർമ്മിക്കാനാണ് പദ്ധതി. 2023 തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്തതാണ്. നെതന്യാഹു ആയിരിക്കാം ട്രംപിന് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ട്രംപിന്റെ ടീമിനും പ്രോജക്റ്റ് അയച്ചു കൊടുത്തിരുന്നു. ഗാസ മുനമ്പിലെ ഭൂരിപക്ഷം കെട്ടിടങ്ങളും ഇസ്രയേൽ ആക്രമണത്തിൽ നിലംപരിശായിരുന്നു. ഗാസയുടെ കിഴക്കൻ മേഖലയിലാണ് കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യം എന്നാണ് ജോസഫ് പെൽസ്മാനും സഹപ്രവർത്തകരും വ്യക്തമാക്കുന്നത്. വീടുകൾ പടിഞ്ഞാറൻ മേഖലയിൽ നിർമ്മിക്കുന്നതാണ് ഉചിതമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കാർഷിക മേഖലയ്ക്കായും സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യമാകണമെങ്കിൽ ജനങ്ങളെ പൂർണ്ണമായി തന്നെ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കണം. പദ്ധതി മിച്ച റിയൽ എസ്റ്റേറ്റ് സംരംഭമായിരിക്കുമെന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വൈറ്റ് ഹൌസ് ഭാവി ഗാസയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടുകൂടി തന്നെ വിറളി പിടിച്ചിരിക്കുകയാണ് ഹമാസിന്. ഹമാസിന്റെ കൈകളിൽ നിന്നും പൂർണ്ണമായും ഗാസ കൈവിട്ടു പോയിരിക്കുന്നു. ഇനി അവിടേക്കൊരു തിരിച്ചുവരവുണ്ടോ? ഗാസയിൽ കാല് കുത്താൻ കഴിയുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഹമാസിനെ വേട്ടയാടുന്നത്. ഇനി ഒരിക്കലും ഗാസയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പൂർണ്ണമായും ഹമാസിനെ പുറന്തള്ളുന്ന പദ്ധതിയാണ് ട്രംപ് നടപ്പാക്കിയിരിക്കുന്നത്. ഗാസക്കാരെ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് അവിടം പുനർനിർമ്മിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനെ ശക്തമായി എതിർത്ത് അറബ് രാജ്യങ്ങൾ ട്രംപിനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരുന്നു. ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, പലസ്തീൻ അതോറിറ്റി, അറബ് ലീഗ് എന്നിവ ട്രംപിന്റെ നീക്കം നടക്കില്ല എന്ന് തുറന്നടിച്ചത്. പലസ്തീനികളുടെ സ്ഥലം മാറ്റം ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഇത് ഗാസക്കാരെ കുടിയിറക്കാനുള്ള നീക്കമാണെന്നാണ് അറബ് രാജ്യങ്ങൾ വെല്ലുവിളിച്ചത്. എന്നാൽ തന്റെ പ്രഖ്യാപനം നടപ്പാക്കിയിരിക്കുമെന്ന് ട്രംപും തിരിച്ചടിച്ചു. അതിനുള്ള നീക്കങ്ങൾ അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഭാവി ഗാസയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്.
ഹമാസിനെ പിന്തുണയ്ക്കുന്ന അറബ് രാജ്യങ്ങളുടെ പത്തിക്കടിച്ച് നെതന്യാഹുവും മുൻപോട്ട് പോകുകയാണ്. അതിന്റെ ഭാഗമാണ് വെസ്റ്റ് ബാങ്കിലേക്കുള്ള ജൂതന്മാരുടെ കുടിയേറ്റം. ജൂത കുടിയേറ്റക്കാർക്ക് 1000-ഓളം പുതിയ വീടുകൾ നിർമ്മിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദ്വിരാഷ്ട്രവാദം ഉയർത്തുന്ന ഇസ്രയേലിലെ പീസ് നൗ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ജൂത കുടിയേറ്റം 40% വർദ്ധിപ്പിക്കാനും പലസ്തീൻ നഗരമായ ബദലഹേമിന്റെ വികസനം തടയാനും ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത് എന്നാണ് പീസ് നൗ ആരോപിക്കുന്നത്. കരാർ നൽകുകയും അനുമതി നൽകുകയും ചെയ്യുന്നതോടെ വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമാകുമെന്ന് പീസ് നൗ ഏജൻസിയുടെ കുടിയേറ്റ പ്രവർത്തനം നിരീക്ഷിക്കുന്ന സംഘത്തിന്റെ തലവനായ ഹഗിദ് ഒഫ്രാൻ പറഞ്ഞു. എന്നാൽ കരാർ നൽകുന്നതിനും പെർമിറ്റ് അനുവദിക്കുന്നതിനും 1 വർഷത്തോളം എടുക്കുമെന്നാണ് സൂചന. ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രയേൽ ജനത ആഗ്രഹിക്കുമ്പോൾ സമാധാനവും വിട്ടുവീഴ്ചയ്ക്കുള്ള അവസരവും ഇല്ലാതാക്കുന്ന നീക്കമാണ് നെതന്യാഹു സർക്കാർ നടത്തുന്നത് എന്ന് പീസ് നൗ ആരോപിച്ചു. വെസ്റ്റ് ബാങ്കിൽ ഇതിനകം 100-ലേറെ കുടിയേറ്റ മേഖലകൾ ഇസ്രയേൽ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ ടൗണുകളും ഭവന സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളും പാർക്കുകളും ഉൾപ്പെടുന്നതാണ് ഇസ്രയേൽ കുടിയേറ്റ മേഖലകൾ. 30 ലക്ഷത്തോളം പലസ്തീനികൾ കഴിയുന്ന വെസ്റ്റ് ബാങ്കിൽ 5 ലക്ഷത്തിലേറെ ജൂത കുടിയേറ്റക്കാരുണ്ട്. ഇനിയും അത് വർദ്ധിപ്പിച്ച് വെസ്റ്റ് ബാങ്ക് മുഴുവനും കൈക്കലാക്കാനുള്ള നീക്കത്തിലേക്കാണ് നെതന്യാഹു കടക്കുന്നത് എന്നാണ് ആരോപണങ്ങൾ ശക്തമായിരിക്കുന്നത്. വലിയ രീതിയിൽ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടും ട്രംപിനും നെതന്യാഹുവിനും നേരെ വിവാദങ്ങളും ആരോപണങ്ങളും ശക്തമാകുമ്പോഴും ഇരു കൂട്ടരും തങ്ങളുടെ പ്രഖ്യാപനങ്ങളുമായി മുൻപോട്ട് പോകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.